ഹലോ ഫ്രണ്ട്സ്, ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VSSC ടെക്നീഷ്യൻ ബി ഫിറ്ററിന്റെ സിലബസ് എന്താണ്, ആദ്യ റാങ്ക് നേടാൻ ഏത് ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സിലബസിലേക്ക് കടക്കും മുമ്പ് തന്നെ ആദ്യം ഈ അഡ്വർടൈസ്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ അഡ്വർടൈസ്മെന്റ് നമ്പർ 334 ആണ്. 31/5/2025 വന്ന അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പൊ പോസ്റ്റ് കോഡ് നമ്മൾ ശ്രദ്ധിക്കുക, 1531 ആണ്. പോസ്റ്റിന്റെ പേര് ടെക്നീഷ്യൻ ബി ഫിറ്റർ എന്നാണ്. 20 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ SSLC ഉണ്ടായിരിക്കണം. അതുകൂടാതെ ITI ഇൻ ഫിറ്റർ ട്രേഡ് ഉണ്ടായിരിക്കണം. അത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആകാം, അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആകാം. ഏജ് ലിമിറ്റ് 18 തൊട്ട് 35 വയസ്സ് വരെയാണ്. റിസർവ്ഡ് കാറ്റഗറിക്ക് അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. അയക്കേണ്ട അവസാന തീയതി 16/6/2025 ആണ്. അപ്രോക്സിമേറ്റ് സാലറി 37,000 രൂപയാണ്. അത് കൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും അതിന്റെ കൂടെ ലഭ്യമാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി 16/6/2025 ആണ്. ഇനി ഈ റിസർവ്ഡ് കാറ്റഗറീസ് നിങ്ങളുടെ റിസർവേഷന്റെ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡേറ്റും ഈ 16/6/2025 മുൻപോ ആ ഒരു ഡേറ്റിലോ ആയിരിക്കണം. അതിനുശേഷം എടുക്കുന്ന സർട്ടിഫിക്കറ്റ്സുകൾ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് റിസർവേഷൻ വേണ്ട ആൾക്കാർ അതിന്റെ സർട്ടിഫിക്കറ്റ് 16/6/2025 എടുത്തതായിരിക്കണം. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ സിലബസിലേക്ക് പോകാം. സിലബസിൽ നമുക്ക് പ്രധാനമായിട്ട് ഉള്ളത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ഉണ്ടാകും, മാർക്കിംഗ് ആൻഡ് മാർക്കിംഗ് ടൂൾസ് ഉണ്ടാകും, ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ഉണ്ടാകും, കട്ടിംഗ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ് ഉണ്ടാകും, പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാകും, ഫാസ്റ്റ്നേഴ്സ് ആൻഡ് പവർ ട്രാൻസ്മിഷൻ ഉണ്ടാകും, മെറ്റൽസ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഉണ്ടാകും, വെൽഡിങ്ങും ലേത്തും ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് ITA ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് ITA ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷയായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ സിലബസിൽ എന്തായിരിക്കും, ITA ഫിറ്ററിന് പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിന്റെ റെഫറൻസ് ബുക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ITAയുടെ നിമി ബേസ്ഡ് ഫിറ്റർ ബുക്ക് തന്നെയാണ്. അപ്പം നിങ്ങൾ ITAക്ക് ഫിറ്റർ ആ കരിക്കുലത്തിൽ പഠിച്ച കാര്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നമ്മൾ പരീക്ഷ എഴുതുമ്പം നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ തിയറി മാത്രം കവർ ചെയ്താൽ പോരാ, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, റിവിഷൻ ചെയ്യണം അല്ലെ. അപ്പൊ അക്കാര്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ചോദ്യ പേപ്പറുകൾ ഒരുപാട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഏതൊക്കെ ചോദ്യ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ ISROയുടെയും VSSCയുടെയും ടെക്നീഷ്യൻ ബിയുടെ ഫിറ്ററിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അത് മാത്രം ചെയ്താൽ പോരാ, പല പല ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് കേരള PSCയുടെ നടത്തിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററുടെ സിലബസ് വർക്ക്ഔട്ട് ചെയ്യുക, RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ടെക്നിക്കൽ പാർട്ട്, ഫിറ്ററിന്റെ ടെക്നിക്കൽ പാർട്ട് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. കാര്യം ഓരോ പ്രാവശ്യത്തെയും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടി ലെവല് കൂടി കൂടി വരും. അത് കാരണം നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വെക്കുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സിലബസ് കവറേജ് ആണ്. അതുകൂടാതെ പ്രാക്ടീസ്, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, പിന്നെ അതുകൂടാതെ റിവിഷൻ ചെയ്യുക. ഓക്കെ, ഇനി ഈ പരീക്ഷയ്ക്ക് ആദ്യ റാങ്ക് നേടുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ ബുക്കൊക്കെ എടുത്ത് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആദ്യ റാങ്ക് തന്നെ നേടാൻ സഹായിക്കുന്ന രീതിയിൽ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ ആണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. പരീക്ഷാ തീയതി വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. അതേപോലെ തന്നെ നോട്ട്സുകൾ, ക്യാപ്സൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. 3000-ഓളം ടോപ്പിക് വൈസ് MCQs വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ഈ തിയറി കവറേജ് കൂടാതെ നമ്മൾ ചെയ്യിക്കുന്നതാണ്. അതേപോലെ തന്നെ 20 മാതൃകാ പരീക്ഷകൾ, നമ്മുടെ ഫൈനൽ പരീക്ഷ പോലെ തന്നെയുള്ള 20 മാതൃകാ പരീക്ഷകളും അതിന്റെ എക്സ്പ്ലനേഷൻസും എല്ലാം കിട്ടും. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടും.
ഈ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് ഇതിനകത്ത് ആദ്യ റാങ്ക് ഉറപ്പിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ നമ്മുടെ കോഴ്സിലേക്ക്. ടെക് പി എസ് സിയുടെ ആപ്ലിക്കേഷൻ വഴിയാണ് കോഴ്സ് അവൈലബിൾ ആകുന്നത്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് നമ്മുടെ കോഴ്സ്. അപ്പൊ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, അപ്ലൈ ചെയ്യാത്തവര് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്, 16/6. അപ്പൊ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിജയം ഉറപ്പിക്കാൻ ഇപ്പൊ തന്നെ കോഴ്സിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ബാച്ച് പെട്ടെന്ന് ക്ലോസ് ചെയ്യും. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ. താങ്ക് യു.